ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ നിൽക്കുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ആ ഒരു വില്ലയുടെ ആദ്യമായി നിൽക്കുന്ന ഒരു വീടാണ്. ഒരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ 3 ഭാഗത്തും വഴി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം കാണാം. അവിടെയും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 18 അടിയോളം നീളം വരുന്ന വലിപ്പമുള്ള സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുമ്പോൾ വിശാലമായൊരു മുറ്റമാണ്. ഇന്റർലോക്ക് കട്ടയാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാനുണ്ട്. ഇവിടെയായി നമുക്ക് 2 വണ്ടിയോളം പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണർ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. നേരെ കാണുന്ന ഭാഗത്താണ് കിണറിൻ്റെ പ്രൊവിഷൻ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റുള്ള ഭാഗത്തേക്കെല്ലാം പോയി നോക്കാം. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം. നേരെ വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയായി വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 5 അടി നീളം വരുന്ന വലിപ്പമുള്ള ഐവറി കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഇവിടെയാണ് ഡൈനിങ് ഹാൾ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വാഷ് കൗണ്ടർ വരുന്നത്. ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ തന്നെയാണ്. മൊറോക്കൻ ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം അവിടെ കാണാം. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രേ കളറിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. അവിടെയായി നമുക്ക് 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് ആ ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. ഇവിടെ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനവും വരുന്നത്. വർക്ക് ഏരിയ വരുന്ന ഭാഗത്താണ് മാറ്റ് ഫിനിഷൻ വരുന്ന വുഡൻ ടൈലുകളെല്ലാം വിട്ട് ഭംഗിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ കാണാം. ഇവിടെ ഒരു ക്ലോസ്ഡ് വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള വിൻഡോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും കാണാം. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെ ഈ മനോഹരമായ ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനായി ലഭിക്കുന്നത്. മുകളിലായി ഫോൾ സീലിൽ തന്നെയാണ് ഇവിടെ ഷവറും സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പുകൾ തമ്മിൽ ഗ്യാപ്പിട്ട് മനോഹരമാക്കിയിട്ടുള്ളൊരു സ്റ്റെയർ കേസ് ഏരിയ നമുക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. ഹാൻഡിലിനായി ജിയുടെ പൈപ്പും വുഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയായി ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള ഒരു വിൻഡോ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോള് തന്നെയാണ് ഈ ഒരു സ്പേസാണ്. ഇവിടെയായി നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്ന ഒരു പ്രൊവിഷനായിട്ട് സെപ്പറേറ്റ് തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ തന്നെയാണ്. വലിപ്പമുള്ളൊരു ഹോള് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഹോളിലും TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അത് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ LED ലൈറ്റുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയുമാണ് ലഭിക്കുക. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. അതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും വലിപ്പമുള്ള വിൻഡോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റേതായ ഒരു ആനുകൂല്യങ്ങൾ ഈ ഒരു വീടിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.